ഗസയേക്കാൾ ഭീകരമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തെരുവുകൾ. തെല്ലവീവിനെ ഉദ്ധരിച്ച് പടിഞ്ഞാറൻ മീഡിയ റിപ്പോർട്ടർ ഈ വിഷയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയുന്നതോ അമേരിക്ക പറയുന്നതോ അല്ല യാഥാർത്ഥ്യം. അവർ യുദ്ധമുഖത്ത് നുണപ്രചരണം നടത്തുകയാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ തകർത്തെറിയുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിലേക്ക് അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകരുന്നു. കൂട്ട നിലവിളികൾ ഉയരുന്നു, കൂട്ടക്കരച്ചിലുകൾ ഉയരുന്നു. ബങ്കറിൽ പോലും രക്ഷയില്ലാത്ത വിധം അതികഠിനമായിരിക്കുന്ന മിസൈലുകളുടെ വർഷമാണ് തെല്ലവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ. പ്രതിരോധം അവരുടേത് അയണ്ടമാണ് കാര്യമായിട്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. അത് മറ്റു ലോക രാജ്യങ്ങളൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന ഈ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിനെ പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേൽ നഗരത്തിൽ തീ തുപ്പുന്നത്. ബങ്കറിലുള്ള അഭയം തേടുക എന്നുള്ളത് അവിടുത്തെ ഒരു നിയമരീതിയാണ്. രാജ്യത്ത് ബിൽഡിങ്ങുകളോ വീടുകളോ മറ്റെന്തെങ്കിലോ അത് നിർമ്മാണ വസ്തുക്കളോ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് സുരക്ഷിതമായിരിക്കുന്ന ഒരു ബങ്കർ സ്ഥാപിക്കണം എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ 987 ശേഷം നിർമ്മിക്കപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകൾക്ക് അടിഭാഗത്തും സുരക്ഷാ ബങ്കറുകളുണ്ട്. അതിനപ്പുറം പൊതുമേഖലകളിലും പൊതുവേദികളിലും പൊതുസ്ഥലങ്ങളിലും ഗവൺമെൻറ് തന്നെ ബങ്കറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബങ്കറിനെ ലക്ഷ്യമാക്കിയിട്ടും ഇറാൻ മിസൈൽ അയക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയും സ്ഥിതികളും വളരെ കൃത്യതയോടുകൂടി ഇറാന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മിസൈലാണ് ഏറ്റവും വലിയ ഭീഷണി. മറ്റെല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അവർ സ്വയമേ പറയാറുണ്ട്. എന്നാൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് വല്ലാത്ത രീതിയിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് മിസൈൽ നഗരത്തെയോ മിസൈൽ പ്രദേശത്തെയോ മിസൈൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖലയോ കണ്ടെത്താനുള്ള അതീവ ശ്രമം ഇസ്രായേൽ ആകാശ നിരീക്ഷണം നടത്തിയിട്ടും മറ്റ് ഈ ചാരന്മാരെ വെച്ചിട്ടൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ഗുണങ്ങളൊന്നും കിട്ടില്ല. കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: പർവ്വതങ്ങൾ, തായ്വാരങ്ങൾ, കുന്നിൻ ചെരുവുകൾ, ഈ ജനവാസമില്ലാത്ത പീഠഭൂമി പോലെയുള്ള മേഖലകൾ, ഇതാണ് ഇറാൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭൂമിയാണ് ഇറാൻ്റേത് എന്നതിനാൽ ഈ പർവ്വതങ്ങളുടെ തായ്വാരങ്ങളിലൊക്കെ ഏതെങ്കിലും മിസൈലുകളോ സംവിധാനങ്ങളോ ഒളിപ്പിച്ച് വെച്ചാൽ ഒരു തരത്തിലും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ നിർമ്മിക്കുന്ന ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് 3 മേഖലയിലേക്കും ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം കഴിഞ്ഞ വർഷം ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ യാതൊരു വികിരണങ്ങളും ഇല്ലാത്ത വിധമാണ് അതിൻ്റെ സംവിധാനം. അവരുടെ ഈ അമേരിക്കയുടെ കൈവശത്തിലുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന ഭൂഗർഭ ബോംബ് ഉപയോഗിച്ചിട്ട് പോലും ഇവരുടെ ആണവായുധ നിർമ്മാണ മേഖലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം താഴ്ചയിലാണ് അവ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏകദേശം 600 മീറ്റർ മുതൽ 1 കിലോമീറ്ററോളം താഴ്ചയിൽ പോകുന്ന തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ട് അമേരിക്കയുടെ കൈവശത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ താഴ്ചയിലായിരിക്കാം ഒരു പക്ഷേ ഇത് നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ കാര്യം ശത്രുവായിരിക്കുന്ന ഇസ്രായേലും ശത്രുവായിരിക്കുന്ന അമേരിക്കയുടെയും കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ ആത്മീയമായിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടു. ഇപ്പോൾ ഏകദേശം 16-18ഓളം രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ ഇറാനെ നേരിടാൻ വേണ്ടി ഈ രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാന് വല്ലാത്ത രീതിയിൽ ലോകം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ രാജ്യങ്ങളൊന്നും നോക്കാം: ഇസ്രായേൽ, അമേരിക്ക, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ജോർദാൻ, ഇറാഖ്, ബഹ്റൈൻ, ഒമാൻ, സിറിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ഒടുവിൽ തുർക്കി. ഈ രാജ്യങ്ങളെയെല്ലാം, അസർബൈജാൻ്റെ പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് 17 രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കപ്പെട്ടതാണ്. ഇത്രയും രാജ്യങ്ങൾ ആക്രമിച്ചിട്ടും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും അല്ലാത്ത ഏതെങ്കിലും രാജ്യം ഇറാനെതിരെ ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ
ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാൻ്റെ ശക്തിക്ക് മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അമേരിക്കക്കും ഇസ്രായേലിനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമില്ല. ആയുധബലത്തിൽ, സൈനിക ബലത്തിൽ, ശക്തിബലത്തിൽ, അവർ നിർമ്മിക്കുന്ന സംവിധാനത്തിൽ, അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കുപോക്കുകളിൽ, തന്ത്രത്തിൽ, ചാര സംവിധാനത്തിൽ എല്ലാം ഒന്നാം സ്ഥാനത്താണ്. അതിനോട് ചേർന്ന് അമേരിക്കയെക്കാണ് ചാര പ്രവർത്തനം നടത്തുകയും ലോകരഹസ്യങ്ങൾ ചോർത്തി എടുക്കുന്നതും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ മൊസാദാണെന്ന് പറയാൻ പറ്റും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധം നിർമ്മിക്കുന്ന രാഷ്ട്രമാണ്, എന്നിട്ട് വിൽപ്പന നടത്തുന്നു. പ്രതിരോധ സംവിധാനം അവരുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരുടെ നിർമ്മാണ സംവിധാനമാണ്, അത് വിൽപ്പന നടത്തുന്നു. അപ്പോൾ ആയുധരംഗത്തും സായുധ രംഗത്തും സംവിധാന രംഗത്തും യുദ്ധത്തിൽ പ്രാക്ടിക്കൽ ലഭിച്ച രംഗത്തൊക്കെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലുമുണ്ട്. ഈ രണ്ട് രാജ്യവുമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് നേർക്കുനേരെ സർവ്വ മേഖല ഉപയോഗിച്ച് ആകാശം, കര, ഭൂമി, കടൽ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം നടത്തുന്നു. എന്നിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവരെ ആക്രമിക്കുന്നു, ഇവരെ ആക്രമിക്കുന്നു. അമേരിക്കയുടെ അറേബ്യൻ മേഖലയിലുള്ള സർവ്വ എംബസിയും കോൺസുലേറ്റും നേരെ ഇറാൻ ആക്രമണം നടത്തി. മാത്രമല്ല ആ എംബസിയും കോൺസുലേറ്റ് അടച്ചു പൂട്ടിയിട്ട് സുരക്ഷിതമില്ലാത്ത ഒരു രീതിയായിട്ട് പ്രഖ്യാപിക്കുകയും ഏകദേശം 12ഓളം രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരുടെ രാജ്യം വിട്ടു പോരണമെന്ന് പറയുകയും ചെയ്തു. അതിനേക്കാൾ ഒരു രസമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ അകത്തുള്ള അമേരിക്കൻ പൗരന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുക പോലും ചെയ്തു. യുദ്ധഭൂമികയാണ്, അതുകൊണ്ട് പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പോലും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭീകരതയും ഈ യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങളും നമ്മൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ചുരുക്കം. അപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് മുൻപ് കാലങ്ങളിലെ ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മരണസംഖ്യ കൂട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈനികരെ തൃപ്തിപ്പെടുത്താനും എതിർപക്ഷമുള്ള ശത്രുപക്ഷത്തെ അത് മാനസികമായി തളർത്താനും വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ യുദ്ധം അതിൻ്റെ ആദ്യഘട്ടത്തിൽ അവരെ ആക്രമിച്ചത് ഒരു വനിതാ സ്കൂളാണ്. സ്കൂളിൽ വെച്ചാൽ ടീനേജ് പ്രായം ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആക്രമിച്ചത്. 165 കുട്ടികൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അവരുടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മൈതാനി പോലുള്ള പ്രദേശത്ത് അവർ ഖബർ കുഴിക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വൈകാരികമായിട്ട് തന്നെ ഇറാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോകാടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? അപൂർവമായിരിക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ് ന്യായത്തോടൊപ്പം എല്ലാ കാലത്തും നിൽക്കുക. ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ അവനവൻ്റെ കാര്യത്തിനും അവൻ്റെ രാജ്യത്തിൻ്റെ കാര്യത്തിനും അവനവൻ്റെ ഭരണ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ടും സ്വന്തമായിരിക്കുന്ന നിലപാടില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഭരണാധികാരികൾ കാണാൻ വേണ്ടി സാധിക്കുക. വർഷങ്ങളോളം 3 പതിറ്റാണ്ടോളം 3.5 പതിറ്റാണ്ടോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും അഭിസംബോധനം ചെയ്ത അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകിയ അയത്തുള്ള അലി ഖംനായിയെ ഇസ്രായേൽ വധിച്ചിട്ട് എത്ര രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തു അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് പരിശോധിച്ചാൽ ലോകത്തിൻ്റെ നിലപാട് അറിയാൻ വേണ്ടി സാധിക്കും. അത്രക്ക് ശക്തരാണ് ഇസ്രായേലും അമേരിക്കയും എന്ന് ചുരുക്കം. എന്നിട്ട് അവരോടാണ് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടുന്നത് ആര്? ഈ ചെറിയ രാജ്യമായിരിക്കുന്ന ഇറാൻ എന്നുള്ളത്. ഈ ചെറിയ രാജ്യം എന്ന് വെച്ചാൽ സൈനികപരമായ രീതിയിൽ അമേരിക്കയുള്ള അത്ര ഇല്ലാതെ ഉറപ്പാണല്ലോ. എന്നിട്ടും അവർ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസപരമായിരിക്കുന്ന അവരുടെ താല്പര്യവും ധൈര്യവുമാണ്. മരിക്കാൻ ഭയമില്ലാത്ത ഒരു സമൂഹവും മരിക്കാൻ ഭയമുള്ള ഒരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ ആരാണ് ജയിക്കുക എന്ന് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇസ്രായേലിൻ്റെ വിജയം എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഏത് പ്രദേശമാണ് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണമുള്ളത് സുരക്ഷിതമുള്ളതെന്ന് ചോദിച്ചാൽ ഒരു പ്രദേശത്തിൻ്റെ പേര് പോലും യഥാർത്ഥത്തിൽ പറയാനില്ലാത്ത വിധം അവരൊതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ള പ്രദേശത്തേക്ക് പലായനം തുടങ്ങിയിരിക്കും. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതാണ്. ഇസ്രായേലിൻ്റെ നേരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ യാഥാർത്ഥ്യം ലോകമെങ്ങാനും അറിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലോകം നെടുങ്ങിപ്പോവും. അത്രക്ക് ഭീകര ദൃശ്യങ്ങളാണ് ഈ ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അഥവാ ഗസയിൽ എങ്ങനെയാണോ ഗസയിലെ പ്രദേശമുള്ളത് അതിനേക്കാണ് ഭീകരം.
ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ റഷ്യയുടെയോ മറ്റോ ആകാശ ചിത്രങ്ങൾ ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ വല്ലാതെ വൈകാതെ ഇതൊക്കെ പുറത്തു വരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.